പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ജപമാലയിലെ ലുത്തിനിയയിൽ എല്ലാ ദിവസവും നാം അത് ഏറ്റുപറയുന്നൊരു യാഥാർത്ഥ്യവുമാണ്. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. ഈശോയാണ് ബോധജ്ഞാനം. യഥാർത്ഥ ജ്ഞാനം ഈശോ തന്നെയാണ്. യഥാർത്ഥ ജ്ഞാനമായി ഈശോ ഇരുന്ന് മടിത്തട്ടാണ് പരിശുദ്ധ കന്യകമറിയം. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം ദൈവമാതാവാകുമ്പോൾ നമുക്കും ഈ ബോധജ്ഞാനം ലഭിക്കുവാൻ മറിയത്തോട് ചേർന്ന് ജീവിക്കാം, മറിയത്തോട് പ്രാർത്ഥിക്കാം. ധൂർത്തപുത്രന് സുബോധമുണ്ടായപ്പോൾ അവൻ തിരികെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. ധൂർത്തപുത്രന് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സുബോധമുണ്ടായില്ല. പിന്നീടാണ് അവന് സുബോധം ലഭിച്ചത്. സുബോധവും ജ്ഞാനവും, ബോധവും ജ്ഞാനവും, ബോധജ്ഞാനം നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിന് ഒരുക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും ശരിയായി അറിവ് ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ധൂർത്തപുത്രൻ ജീവിതത്തിൻ്റെ നശ്വരതയും അനശ്വരതയും തിരിച്ചറിഞ്ഞതുപോലെ നിത്യവും അനിത്യവുമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു ബോധജ്ഞാനം നമുക്കും ഉണ്ടാകുവാനായി ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം.